ഹായ് ഗൈസ്, നിങ്ങളുടെ സീനിയേഴ്സ് അതായത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇത്തവണ ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ പണി കൊടുത്തത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 11 ചോദ്യങ്ങൾ ന്യൂമറിക്കലായി വന്നിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫിസിക്സ് എക്സാമിന് മേ ബി ഇതേ ട്രെൻഡ് ഫോളോ ചെയ്യും. നിങ്ങൾ മാത്സിൻ്റെ കേസിൽ കൈ പൊള്ളിയിരിക്കുന്നവരാണ്. സോ ഒരു റിസ്ക്കും എടുക്കേണ്ട. നിങ്ങൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇക്വേഷൻസും മനഃപ്പാടമായിരിക്കണം. സോ ഈ വീഡിയോ സീരീസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിസിക്സിലെ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സിലെ എല്ലാ ഇക്വേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് എന്ത് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട മുൻ വർഷം ചോദിച്ച PYQs ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സെറ്റ് അല്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1 to 3 ആണ് കേട്ടോ. സോ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്ററിനാണ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പ്രോബ്ലം വെച്ചിട്ടാണ്. എന്നിട്ട് നമ്മളങ്ങനെ 1 by 1 ആയിട്ട് പോകും. ശരി, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് ഇക്വേഷൻസ് പഠിക്കാനുള്ളത് ഒന്ന് ഇക്വേഷൻ ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. V = U + AT, S = UT + ½ AT², V² = U² + 2s. അടുത്ത ഏതാ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൽ S = U² / 2a എന്നുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ പെർഫെക്റ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ഇക്വേഷൻ മോഷൻ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. ഇനി സ്റ്റോപ്പിംഗ് ടൈം എന്ന് പറയുന്ന കൺസെപ്റ്റും കൂടി ഉണ്ട്. അതിന് ഇക്വേഷൻ എന്താണെങ്കിൽ T = -U/a എന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവിടെ ആക്സിലറേഷൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി മൈനസും ടൈം പോസിറ്റീവായിട്ട് തന്നെ വരും. ഇനി XT ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ XT ഗ്രാഫിൻ്റെ സ്ലോപ്പ് tan θ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടും. സിമിലർലി VT ഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കണ്ടു തന്നെ, അതായത് tan θ കണ്ടാൽ നിങ്ങൾക്ക് ആക്സിലറേഷൻ കിട്ടും. ഇനി VT ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. കൺസെപ്റ്റ് കിട്ടിയല്ലോ. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് നോട്ടായിട്ട് വേണമെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ തരാം. വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യണേ, വേണമെന്ന് കമൻറ്റ് ചെയ്യണേ. സോ നമുക്ക് PDF അയച്ചു തരാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കാർ ട്രാവലിംഗ് അറ്റ് സ്പീഡ് 54 km/h. അപ്പോൾ ഒരു കാർ ട്രാവൽ ചെയ്യുന്നുണ്ട് 54 km/h. ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ 90 seconds. തന്നിരിക്കുന്നത് വേഗം ഡാറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഒരു കാർ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി, ദാറ്റ് ഈസ് U, ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി 54 km/h. നേരെ എന്ത് ചെയ്യുക അറിയോ, m/s കൺവേർട്ട് ചെയ്യുക. അതിനെന്താണ് ചെയ്യേണ്ടത്, അതിനെ 5/18 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 54 നേരത്തെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 18 54 3 തവണ പോകും. 3 × 5 എന്ന് പറഞ്ഞാൽ 15 m/s ആവും. സോ 54 km/h എന്ന് പറഞ്ഞാൽ 50 m/s ആണ്. ഇനി എന്താ, ബ്രോട്ട് ടു റെസ്റ്റ്, അതായത് ഫൈനൽ വെലോസിറ്റി 0 m/s ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ടൈം എത്ര തന്നിരിക്കുന്നത്, ടൈം 90 seconds ആണ്. നമ്മളോട് ചോദിക്കുന്ന ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്, അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇനി എങ്ങനെ പ്രോബ്ലം ചെയ്യാം, ഞാൻ സമയം ലാഭിക്കാനായിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിനി 1 by 1 നോക്കാം. അപ്പോൾ നമുക്ക് തേർഡ് ഇക്വേഷൻ മോഷൻ യൂസ് ചെയ്താൽ മതി. തേർഡ് ഇക്വേഷൻ മോഷനിൽ എന്താ, V² = U² + 2s. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ നമുക്ക് ഏതൊക്കെ അറിയാം, നമുക്ക് അറിയുന്ന ടേംസ് ഏതൊക്കെയാണ്, V അറിയാം, U അറിയാം, S അറിയാം, 2ൻ്റെ വാല്യൂ നമുക്കറിയാം. ഈ A അറിയോ, ഇല്ല. ആക്സിലറേഷൻ അറിയില്ല. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തൂടെ. അതിൽ V അറിയാം, U അറിയാം, T അറിയാം, ആക്സിലറേഷനിൽ അറിയാത്തത്. അപ്പോൾ 3 അറിഞ്ഞാൽ 1 മാത്രം അറിയണമെങ്കിൽ നമുക്ക് അയാളെ കാണാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Vയുടെ വാല്യൂ 0, Uൻ്റെ വാല്യൂ 15, ആക്സിലറേഷൻ അതുപോലെ തന്നെ എഴുതി, ടീമിൻ്റെ വാല്യൂ 90 seconds എഴുതി. ആൻഡ് ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താവും, 90 × A = അതായത് 90A = 15 ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ -15 ആയി അല്ലേ. അപ്പോൾ ആക്സിലറേഷൻ A = -15 / 90 എന്ന് വരും. അപ്പോൾ ആക്സിലറേഷൻ കട്ട് ചെയ്ത് പോകും. അപ്പോൾ 1/6 എന്ന് വരും, മൈനസും വരും. സോ ആക്സിലറേഷൻ -1/6 m/s² ആണ്. അപ്പോൾ ഈ ആക്സിലറേഷൻ്റെ വാല്യൂ നമുക്ക് ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പരിപാടി കഴിഞ്ഞു. ഫൈനൽ വെലോസിറ്റി 0, ഇനീഷ്യൽ വെലോസിറ്റി 15, അതിന് സ്ക്വയർ 2 × 1/6 മൈനസ് കൊടുക്കാൻ വിട്ടു വരുന്നത് S വരുന്നു. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്തായും, ഈ 2ഉം 6ഉം വെട്ടിപ്പോയി. അപ്പോൾ താഴെ 3 വരും. അപ്പോൾ -S/3 എന്ന് വരും. അതിന് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ S/3 = 15² 225. S = 3 × 225 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 675 meters. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല വിചാരിക്കുന്നു. മനസ്സിലാവാത്ത ഏതെങ്കിലും സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് കാണണേ. നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ആദ്യം രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒരു തവണ നല്ല വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് 2 objects A and B are shown below. അപ്പോൾ ഇവിടെ ഒരു XT ഗ്രാഫ് തന്നിട്ടുണ്ട് കേട്ടോ. XT ഗ്രാഫ്, ഇത് X ആണ്, ഇതാരാണ്, ഇത് ടൈമാണ്. അപ്പോൾ A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്. A ഉണ്ടാക്കുന്ന ആംഗിൾ 60, B ഉണ്ടാക്കുന്ന ആംഗിൾ 30 degree. നിങ്ങളോട് ചോദിക്കുന്ന ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് A and B എന്നാണ്. Aൻ്റെ വെലോസിറ്റിയും ബിൻ്റെ വെലോസിറ്റിയും തമ്മിലുള്ള റേഷ്യോ VA/VB ആണ് നമ്മൾ കാണേണ്ടത്. അവിടെ അറിയേണ്ട കൺസെപ്റ്റ് എന്താ, ഇവിടെ സ്ലോപ്പ് കണ്ടാൽ, അതായത് tan θ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, വെലോസിറ്റിയാണ് കിട്ടുക. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിക്കോ. വെലോസിറ്റി ഓഫ് A എങ്ങനെ കാണുക,
എ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര? എ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ വി എ ഇസ് ഈക്വൽ ടു ടാൻ 60. ടാൻ 60ൻ്റെ വാല്യൂ √3. അടുത്ത് വി ബി ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ ടാൻ 30 ദാറ്റ് ഈസ് 1/√3. നമുക്ക് കാണേണ്ട ആരാ? വി എ ഡിവൈഡഡ് ബൈ വി ബി, റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് എ ആൻഡ് ബി. വി എ ഡിവൈഡഡ് ബൈ വി ബി. അപ്പോൾ വി എൻ്റെ വാല്യൂ √3 ഡിവൈഡ് ബൈ വി ബിൻ്റെ വാല്യൂ 1/√3. ഇതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ ഈ √3 മുകളിലോട്ടാണ് വരിക. അതായത് √3 ഇൻറ്റു √3 എന്നാവും. ദാറ്റ് ഈസ് 3 എന്നാണ് ആൻസർ വരിക. യൂണിറ്റ് ഒന്നും ഉണ്ടാവില്ല, 3 എന്നാണ് ആൻസർ വരിക. തെറ്റിക്കരുത്. സെറ്റ് അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റിലോട്ട് പോവുകയാണ്. നമ്മുടെ സമയം പെട്ടെന്ന് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ട, നമുക്ക് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. അടുത്തത് വി ടി ഗ്രാഫുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ ഒരു വി ടി ഗ്രാഫ് വന്നിട്ടുണ്ട്. ഒരു ബോൾ എറിഞ്ഞതാണ്, മുകളിലോട്ടൊരു ബോൾ എറിഞ്ഞു. അപ്പോൾ മുകളിലോട്ട് പോയി, പിന്നെ എന്ത് ചെയ്തു? പിന്നെ താഴത്തേക്ക് വന്നിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് മുകളിലോട്ട് എറിഞ്ഞു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. തൽക്കാലം നമുക്ക് ആ ഗ്രാഫ് നോക്കാം. ഇതാ ഗ്രാഫ്. അപ്പോൾ ഗ്രാഫ് വി ടി ഗ്രാഫാണ്, വെലോസിറ്റി വേഴ്സസ് ടൈം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് +100 m/s പിന്നെ അതിങ്ങനെ കുറഞ്ഞു, വെലോസിറ്റി കുറഞ്ഞ് 0 ആയി, പിന്നെ നെഗറ്റീവിലേക്ക് പോകും അല്ലേ? കാണുന്നുണ്ടല്ലോ, ഷേപ്പ് കാണുന്നുണ്ടല്ലോ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കവേർഡ് ബൈ ദ ബോൾ ഡ്യൂറിങ് 20 സെക്കൻഡ്. 20 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 സെക്കൻഡ് വിട്ടിട്ട് 20 സെക്കൻഡ് എവിടെ? ഇത് 10 ഇത് 10, 20 എന്ന് പറഞ്ഞാൽ ഇവിടെ കഥ അവസാനിക്കുന്ന വരെയുള്ള ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും കാണണം, ഡിസ്പ്ലേസ്മെൻറ്റും കാണണം. എന്താ നമ്മൾ ഉപയോഗിക്കുക ഇവിടെ? നമ്മൾ പഠിച്ച കൺസെപ്റ്റ് എന്താ? നമ്മൾ പഠിച്ച കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ എന്ത് വരും? ഈ ഗ്രാഫ് എന്ത് വരും? ഗ്രാഫിന് താഴെ വി ടി ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ എന്താ തരിക? നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തരിക. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തരിക. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്തുകൂടെ? അപ്പോൾ നമുക്കിവിടെ ഡിസ്റ്റൻസും ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട് അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും നെഗറ്റീവ് ആവുമോ? നെവർ, നെഗറ്റീവ് ആവില്ല. അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ് ഏരിയ അണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗം. ഇത് 0 മുതൽ 10 വരെയുള്ള ഏരിയ അണ്ടർ. അത് കാരണം എങ്ങനെയാ? ഹാഫ് ഇൻറ്റു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, ഇൻറ്റു ബേസ് എത്ര? 10 ഇൻറ്റു ഹൈറ്റ് എത്ര? 100. ഇനി കഴിഞ്ഞോ? 20 സെക്കൻഡ് വരെ ഉണ്ട്. അപ്പോൾ 10 മുതൽ 20 വരെ ഏരിയ അണ്ടർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ വരിക, താഴോട്ടല്ല, ഇങ്ങനെ വരിക. ഇയാളുടെ എങ്ങനെ കാണാം? സെയിം ഇക്വേഷൻ, ഹാഫ് ഇൻറ്റു ബേസ് എത്ര? 10 ഇൻറ്റു ഹൈറ്റ് എത്ര? 100 ഇതാ ഇവിടെ ശരിക്കും -100 ആണ്, പക്ഷേ 100 എടുത്താൽ മതി. ഇനി ഡിസ്റ്റൻസ് ആകുമ്പോൾ മക്കളെ നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മൾ മൈനസ് സൈൻ എടുക്കണം. കാരണം ഡിസ്റ്റൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, കുറയൂല കേട്ടോ. ട്രാവൽ ചെയ്താൽ ഡിസ്റ്റൻസ് കൂടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ഈ ഏരിയയും കൂട്ടിയാൽ മതി. ഡിസ്റ്റൻസ് കാണുമ്പോൾ നിങ്ങൾ ഈ ഏരിയയും കൂട്ടിയാൽ മതി. ഓക്കെ അല്ലേ? ഗ്രാഫിൻ്റെ മുകൾ ഭാഗത്തുള്ള ഏരിയയും താഴ്ഭാഗത്തുള്ള ഏരിയയും നമ്മൾ കൂട്ടാം. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ ഈ ഏരിയ ഇതാ കൂട്ടി, പ്ലസ് ഈ ഏരിയ പ്ലസ് ആണ്, രണ്ട് കൂട്ടിയാൽ സോൾവ് ചെയ്താൽ ഇത് 500 വരും, ഇതും 500 വരും. ടോട്ടൽ 1000 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ 1000 മീറ്റർ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കാണുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പോസിറ്റീവ് റീജിയൻ അല്ലേ? ഗ്രാഫിൻ്റെ മുകളിൽ ഇത് പോസിറ്റീവാണ്, ഇത് ഗ്രാഫിൻ്റെ താഴെ നെഗറ്റീവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് റീജിയനിൽ നിന്ന് നെഗറ്റീവ് റീജിയൻ മൈനസ് ചെയ്യണം ഏരിയ കാണുമ്പോൾ. അപ്പോഴാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുക. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് കൂടാം കുറയാം പോസിബിലിറ്റി ഇല്ലേ? പോസിറ്റീവാ നെഗറ്റീവാ ചാൻസ് ഇല്ലേ? ഡിസ്റ്റൻസ് എന്ത് മാത്രമേ ഉള്ളൂ? പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ ഇയാളെ നെഗറ്റീവ് കൊടുത്താൽ മതി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റീജിയനിൽ അയാളെ ഏരിയ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 100. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഇയാളെ ഏരിയ അതാണ് മൈനസ് കൊടുത്തത്, ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 100. രണ്ട് സെയിം വാല്യൂ ഉണ്ട്, 0 മീറ്റർ വരും. സോ ഡിസ്റ്റൻസ് 1000 മീറ്റർ, ഡിസ്പ്ലേസ്മെൻറ്റ് 0 മീറ്റർ. കൺസെപ്റ്റ് കിട്ടിയോ? തെറ്റിക്കരുത്. ഡിസ്റ്റൻസ് ആകുമ്പോൾ ആഡ് ചെയ്യുക, ഡിസ്പ്ലേസ്മെൻറ്റ് ആകുമ്പോൾ നെഗറ്റീവ് ഉള്ള റീജിയനിൽ മൈനസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ. ഇവിടുത്തെ ആക്സിലറേഷൻ കാണാനാണ് പറഞ്ഞത്. എങ്ങനെ ആക്സിലറേഷൻ കാണാം? അത് നമുക്കറിയുന്ന കാര്യമാണ്. സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആയിരിക്കും വി ടി ഗ്രാഫിൻ്റെ. സ്ലോപ്പ് കാണാൻ ഇവിടെ ടാൻ തീറ്റ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ലോജിക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 പോയിന്റ് അസ്യൂം ചെയ്യാം. ഞാൻ എ മുതൽ ബി വരെയുള്ള കഥയാണ് എടുക്കുന്നത്. എ എന്ന് പറഞ്ഞ പോയിന്റ് മുതൽ ബി വരെയുള്ള പോയിന്റ്. എയിലുള്ള കോർഡിനേറ്റ്സ് എന്തായിരിക്കും? x1, y1. ഓക്കെ. ബീൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? x2, y2. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി x1 എത്ര നോക്ക്? x1 x എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ x കോർഡിനേറ്റ് എത്ര? ദാറ്റ് ഈസ് 0. y1 എത്ര? ദാറ്റ് ഈസ് 100. അപ്പോൾ x1 y1 എന്ന് പറഞ്ഞാൽ 0, 100. ഇനി x2 y2 എന്ന് പറഞ്ഞാൽ ആരാ? x2 എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള ഇവിടെ x വാല്യൂ എത്ര? ദാറ്റ് ഈസ് 10. y2 എന്ന് പറഞ്ഞാൽ എത്ര? ആ സമയത്ത് y-ൽ 0. അപ്പോൾ 10, 0. അപ്പോൾ x1 y1 എന്ന് പറഞ്ഞാൽ 0, 100. ഇയാൾ എത്രയാണ്? x2 y2 എന്ന് പറഞ്ഞാൽ 10, 0. ലോജിക് കിട്ടിയോ? ഇനി എങ്ങനെയാണ്? നിങ്ങൾ ഇക്വേഷൻ കാണാൻ പഠിച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. സ്ലോപ്പ് ഇവിടെ കാണാം. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. y2ൻ്റെ സ്ഥാനത്ത് 0, y1ൻ്റെ സ്ഥാനത്ത് 100, x2ൻ്റെ സ്ഥാനത്ത് 10, x1ൻ്റെ വാല്യൂ 0. ഈ പറഞ്ഞ സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും? -100
ഡിവൈഡഡ് ബൈ 10. അപ്പം എന്തോ 0 കട്ട് ചെയ്താൽ -10 m/s². കിട്ടിയോ? ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തെറ്റിക്കരുത്, സ്ട്രേറ്റ് ലൈൻ്റെ കൺസെപ്റ്റ് കൂടി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഇത് എക്സാം ടഫ് ആവുകയാണെങ്കിൽ വരാറ്, എന്നാൽ നമുക്ക് ചോദിച്ചാൽ ആൻസർ കണ്ടെത്താൻ പറ്റും. AT ഗ്രാഫ്, അതായത് ആക്സിലറേഷൻ ടൈം ഗ്രാഫും കൂടി പഠിക്കാം. അപ്പോൾ ഇത് ആക്സിലറേഷനാണ് y ആക്സിസിൽ, x ആക്സിസിൽ എന്താണ്? ടൈമാണ്. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ തന്നിട്ടുള്ളത് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ അറിയോ, ഇത് ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബോഡി റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി 0. പിന്നെന്താ? ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഗിവൺ ഇന്റർവൽ ഓഫ് ടൈം ഫ്രം 0 to 3 സെക്കൻഡ്. 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള കഥ നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ 0 എന്ന് പറഞ്ഞ ടൈം ഇത്, 3 എന്ന് പറഞ്ഞ ടൈം ഇത്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ്. അപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് അല്ലേ, മാറുന്നുണ്ടോ? ഇല്ല, കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ ആണ്. അതായത് ആക്സിലറേഷൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അതെത്ര? 4 ആണ് കേട്ടോ. ഇവിടെ 4 ആണ്. 4 m/s². അപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റാണ്. ഇനി കണ്ടൂടെ, നമുക്ക് എന്താ ചോദിച്ചത്? ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ 0 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെയുള്ള കഥയാണ് പറയുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി 0, ഇവിടെ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കിട്ടി. ഇനീഷ്യൽ വെലോസിറ്റി u = 0. ആക്സിലറേഷൻ 4 m/s². ടൈം 0 മുതൽ 3 സെക്കൻഡ് വരെ. അപ്പോൾ 3 സെക്കൻഡ് അല്ലേ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, u അറിയാം, a അറിയാം, t അറിയാം, s അറിയില്ല. ഏത് ഇക്വേഷൻ മോഷൻ? സെക്കൻഡ് ഇക്വേഷൻ മോഷൻ. s = ut + ½ at². യുവിൻ്റെ വാല്യൂ 0 കൊടുത്താൽ ഈ ടേം എന്തായി പോകും? 0 പ്ലസ് ഹാഫിൽ ഈ 2ഉം 4ഉം കട്ട് ചെയ്ത് 2 ആവും. 2 × 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. 2 × 9 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 18 മീറ്റർ. 18 മീറ്റർ ആൻസർ കിട്ടി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. രസകരമായ ക്വസ്റ്റ്യൻ അല്ലേ. ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ, ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് കൈ ഒതുക്കണേ. ആ ടൈം സ്റ്റാമ്പ് വേണമെങ്കിൽ കൊടുത്തോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിലെ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഏതാ അറിയോ? നെക്സ്റ്റ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലോട്ടാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. തേർഡ് ചാപ്റ്ററിലോട്ട് പോകുന്നു. മോഷൻ ഇൻ എ പ്ലെയിനിൽ കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ് ഒന്ന് പ്രൊജക്ടൈൽ മോഷൻ്റെയും ഒന്ന് സർക്കുലർ മോഷൻ്റെയാണ്. സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ PDF വരും, താഴെ ലിങ്ക് ഉണ്ടാവും കേട്ടോ, വേണേൽ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ഇതെങ്ങനെ അറിയേണ്ടത്? കാരണം വളരെ സിമ്പിളാണ്. പ്രൊജക്ടൈൽ മോഷൻ ആണെങ്കിൽ u എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ എറിയുന്നു, x ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ദാറ്റ് ഈസ് θ. അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കുക, അവിടുത്തെ x ആക്സിസിലെ വെലോസിറ്റി Vx, ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയും. ഹൊറിസോണ്ടൽ വെലോസിറ്റി Vx എത്രയായിരിക്കും? ഈ എറിഞ്ഞ വെലോസിറ്റി ഇൻറ്റു cos θ. Vx = u cos θ. അപ്പോൾ Vy എന്തായിരിക്കും? u sin θ. അറിയുന്ന കാര്യമല്ലേ, പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ T = 2u sin θ/g. ഇനി മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ h = u² sin² θ/2g. റേഞ്ചിൻ്റെ ഇക്വേഷൻ 2u² sin θ cos θ/g. അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? u² sin 2θ/2g എന്നുള്ള ഇക്വേഷൻ കൊടുക്കാം. പക്ഷേ ഇത് ആവശ്യമില്ല, നമുക്കിത് മതി. ഇത് സാധനം വെച്ചിട്ട് തന്നെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോലെ അടുത്ത സർക്കുലർ മോഷൻ കൂടി ഉണ്ട് അല്ലേ. എന്ത് പ്രോബ്ലത്തിലോട്ടോ? സർക്കുലർ മോഷൻ ആണെങ്കിൽ സർക്കുലർ മോഷനിൽ ഒരാൾ കറങ്ങുന്നു, യൂണിഫോം സർക്കുലർ മോഷൻ ആണെന്നുള്ള കേസ് നമുക്ക് വരുന്നുള്ളൂ. നോൺ യൂണിഫോമിൻ്റെ കേസ് നമുക്ക് വരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരു ആംഗിൾ θ ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെ ഒരു ആർക്ക് അല്ലെങ്കിൽ അവിടെ ഒരു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ θ = ആ s / r ആയിരിക്കും. അതായത് ആർക്ക് / റേഡിയസ് എന്നുള്ള ലോജിക്ക് ഇവിടെ ആലോചിച്ചാൽ മതി. θ = s/r. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് θ = s ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് / റേഡിയസ്. ഇനി ആംഗുലാർ സ്പീഡ് ഒമേഗ = v/r. ഓർ ഇങ്ങനെയും പഠിക്കാം കേട്ടോ, ഇങ്ങനെ ഓർത്ത് വെക്കുക, v = r ഒമേഗ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠിച്ചോ. ഇനി അടുത്ത റിലേഷൻഷിപ്പ് ടൈം പീരീഡാണ്. ഒരു തവണ കറങ്ങാൻ വേണ്ട ടൈം പീരീഡ് 2π/ω ആൻഡ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആംഗുലാർ ആക്സിലറേഷനാണ്. അപ്പോൾ ആംഗുലാർ ആക്സിലറേഷനും ലീനിയർ ആക്സിലറേഷനും നമ്മളെ ബന്ധം ആൽഫ = a/r. വേണം ഇങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ, a = α/r അല്ലെങ്കിൽ r∝ എന്നും കൂടി ഓർത്ത് വെച്ചോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ യൂസ് ചെയ്തോ. അടുത്തത് സെൻട്രിപിറ്റൽ ആക്സിലറേഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാലും മതി, അവിടെ ω² എന്ന റിലേഷൻഷിപ്പ് ഉണ്ട്. ഇനി സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇത് പെർഫെക്റ്റ് ആയി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ AC = v²/r. അപ്പോൾ ഇക്വേഷൻസ് എല്ലാം കിട്ടി വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. Let's move on. First question, a particle is projected up into the air from point with a speed of 20 m/s എന്ന് പറഞ്ഞു. അപ്പോൾ എറിഞ്ഞിട്ടുള്ള വെലോസിറ്റി 20 m/s ആണ് നമുക്ക് കിട്ടി. അടുത്ത എന്താ? പ്രൊജക്ഷൻ ആംഗിൾ 30 ഡിഗ്രിയിലാണ് എറിഞ്ഞതെന്ന് മനസ്സിലായി. അടുത്തെന്താ? വാട്ട് ഈസ് എ മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഡയറക്റ്റ് കാണാവുന്നല്ലേ ഉള്ളൂ. എന്താ ഹൈറ്റിൻ്റെ ഇക്വേഷൻ? u² sin² θ /2g. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. യുവിൻ്റെ വാല്യൂ 20, സ്ക്വയർ കൊടുക്കുക, സൈൻ്റെ sin² 30 / g.
ജീൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെടുത്തോളൂ, ജീൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ജീൻ്റെ വാല്യൂ 10 m/s² എന്ന് എടുത്തോളൂ കേട്ടോ. ഒന്നും പറയുന്നു വേണം, നിങ്ങൾ അങ്ങനെ എഴുതിക്കോ. ഇനി അവർ 9.8 എടുക്കണമെന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ താഴെ 9.8 എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ 10 എടുത്തോ. ബാക്കി കാൽക്കുലേറ്റർ അടിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 5 മീറ്റർ. ഒന്ന് ചെക്ക് ചെയ്യാൻ, ക്രോസ് ചെക്ക് ചെയ്യണേ, ഞാൻ വളരെ ക്വിക്കായിട്ട് എഴുതിയാണ്, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, കാൽക്കുലേറ്ററിൽ നോക്കാം. ദാറ്റ്സ് ഇറ്റ്, സെറ്റ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇഫ് ഹൊറിസോണ്ടൽ റേഞ്ച്, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു എൻട്രൻസ് ലെവൽ ചോദ്യമാണെന്ന് പറയാം. നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിലുണ്ട്. അപ്പോൾ നമുക്ക് വേണം ഇത് പരീക്ഷിച്ച് നോക്കാം. കുറച്ച് ലെവൽ കൂടിയ ചോദ്യമാണ്, ഒന്ന് ബുദ്ധി ഉപയോഗിക്കാം. ഇഫ് ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ഈക്വൽ ടു 4 times മാക്സിമം ഹൈറ്റ്. എങ്ങനെ ഒന്നുകൂടി വായിച്ചാൽ ഇഫ് ഹൊറിസോണ്ടൽ റേഞ്ച് ആർ ഈസ് ഈക്വൽ ടു 4 times മാക്സിമം ഹൈറ്റ്. R is equal to 4h എന്നല്ല പറഞ്ഞത്, R is equal to 4h എന്നല്ല പറഞ്ഞത്, ആണ്. ഇതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഇതാ R is equal to 4h. ക്ലിയർ അല്ലേ? അപ്പോൾ ആറിൻ്റെ ഇക്വേഷൻ എഴുതിക്കോ, 2u² sin θ cos θ divided by g ഈസ് ഈക്വൽ ടു 4 × h-ൻ്റെ ഇക്വേഷൻ u² sin² θ divided by 2g. ഇനി എന്ത് ചെയ്യും, ഇവിടെ കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്യാം. ഇതിന് ആൻസർ അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം. വേണം ഇവിടുന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്ക്, സ്വന്തമായിട്ട് ന്യൂമറിക്കൽ സ്കിൽ ഉണ്ടോ നോക്ക്, ഞാൻ ബാക്കി ചെയ്തുതരാം. നിങ്ങൾക്ക് എന്തൊക്കെ കട്ട് ചെയ്യാം, ഇവിടെയുള്ള ജിയും കട്ട് ചെയ്യാം. പിന്നെ ആരാ, ഈ u² കട്ട് ചെയ്യാം. ഇവിടെയുള്ള 2ഉം 4ഉം കട്ട് ചെയ്താൽ ഇവിടെ ഒരു 2 വരും. അവിടുത്തെ 2ഉം ഇവിടുത്തെ 2ഉം തമ്മിൽ കട്ട് ചെയ്തു, ഒക്കെ പോയി. ഇനി എന്താ ബാക്കിയുള്ളത്, ഇവിടെ ഒരു സൈൻ തീറ്റ ഉണ്ട്, ഇവിടെ sin² θ ആ സ്ക്വയറുമായിട്ട് കട്ട് ചെയ്യാം. ഇനി ബാക്കിയുള്ളവരൊന്ന് എടുത്തിരിക്കുക. ഇവിടെ ആകെ ബാക്കിയാവുന്നവരാ കോസ് തീറ്റ, ഇവിടെ ബാക്കിയാവുന്നവരാ sin² പോയി അല്ലേ, അപ്പോൾ ബാക്കി സൈനേ ഉള്ളൂ, സൈൻ തീറ്റ. എടാ കോസ് തീറ്റയും സൈൻ തീറ്റയും ഈക്വൽ ആവുന്നത് പല ആംഗിൾസ് ഉണ്ട്, അതിൽ നമുക്ക് 90 ഡിഗ്രിന് താഴെയുള്ള ഏതാ, നമുക്കറിയാം തീറ്റൻ്റെ വാല്യൂ 45 ഉള്ളത്. സെറ്റ് അല്ലെ? ടാൻ വേണം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു 1 കൊടുക്കുക. ടാൻ തീറ്റൻ്റെ വാല്യൂ എപ്പോഴാണ് 1 വരിക, അതും 45. സിമ്പിൾ ലോജിക്. അപ്പോൾ ഇതൊരു A+ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത് കേട്ടോ, നല്ല ചോദ്യമാണ്. അടുത്ത ചോദ്യം, എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് വെലോസിറ്റി 30 m/s. ഇനീഷ്യൽ വെലോസിറ്റി 30 m/s ആണ്. ഫൈൻ ദ മാക്സിമം റേഞ്ച് ആണ്. റേഞ്ച് എത്രയാണ്? ഡയറക്റ്റ് ചോദ്യം, ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റേഞ്ചിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് 2 ഇക്വേഷൻ യൂസ് ചെയ്യാം. ഞാൻ അതാ യൂസ് ചെയ്യാം കേട്ടോ. 2u² sin θ cos θ divided by g സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി. ഇതാ 2 × 30² sin 30 sin 4 എത്ര പറഞ്ഞ, അയ്യോ മെയിൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടില്ല, മെയിൻസ് ആണ് പറയാൻ വിട്ടേ, മൈ ബാഡ്. ഫൈൻഡ് മാക്സിമം റേഞ്ച് എന്നല്ല ചോദിച്ചത്, അത് ഞാൻ പറയാൻ വിട്ടേ. മാക്സിമം റേഞ്ച്, എടാ അവിടെ തീറ്റ തന്നിട്ടില്ലല്ലോ. എടാ മാക്സിമം റേഞ്ച് ആകുമ്പോൾ എപ്പോഴാണ് കേസ്, മാക്സിമം റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റിനെ എങ്ങനെ എറിയണം, ഒബ്ജക്റ്റിനെ നമ്മൾ 45 ഡിഗ്രിയിൽ എറിയണം, അപ്പോഴാണ് മാക്സിമം റേഞ്ച് വരിക കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇതാണ് പരിപാടി, 45 വരണം. അപ്പോൾ പറയാതെ അവർ പറഞ്ഞിട്ടുള്ളത് 45 ഡിഗ്രി എന്നാണ്. ഇതും വേണമെങ്കിൽ ഒരു A+ ക്വസ്റ്റ്യൻ എന്ന് പറയാം, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വാല്യൂ കൊടുക്കുന്നു, sin 45 1/√2 cos 45 1/√2 അല്ലേ. √2 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 2 എന്നായി. ആ 2ഉം ഈ 2ഉം വെട്ടിപ്പോയി. ഇവിടെ 30² 900 divided by 10 വരും അല്ലേ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 90 മീറ്റർ. ഒന്ന് ചെയ്ത് നോക്കണേ, കറക്റ്റ് ആണോന്ന്. സിമ്പിൾ, നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തോളൂ. സെറ്റ് അല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഈ ലോജിക്ക് ഒന്ന് അപ്ലൈ ചെയ്യണം, സാറ് പറയാൻ വിട്ടു, സോറി. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത നമുക്ക് സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒരു കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതൊക്കെ ഞാൻ ഒരു A+ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്, ABCD ഞാൻ എല്ലാം കൂടി ഒറ്റയടിക്ക് വെച്ചൊരു ചോദ്യമാക്കി കഴിഞ്ഞു. അപ്പോൾ ബോഡി ഓഫ് മാസ് 10 കിലോഗ്രാം. ഒരു ബോഡിയുടെ മാസ് എന്താണ്, 10 കിലോഗ്രാം ആണ്. മാസിനോട് പ്രസക്തിയില്ല, കാരണം നമ്മൾ ഫോഴ്സിനെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. മാസിനോട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അപ്പോൾ വേണ്ട. ഓഫ് ഡയമീറ്റർ 0.8 ആണ്. അപ്പോൾ റേഡിയസ് എത്ര ആയിരിക്കും, അതിൻ്റെ ഹാഫ്, ദാറ്റ് ഈസ് 0.4 മീറ്റർ. നേരെ ഹാഫ് എഴുതി. കംപ്ലീറ്റിംഗ് 420 റെവല്യൂഷൻ ഇൻ 1 മിനിറ്റ്. ഇതാണ് ഇവിടുത്തെ ട്രിക്ക്. ഇവിടെയാണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. 420 റെവല്യൂഷൻ ഇൻ 1 മിനിറ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ. 420 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തവണ കറങ്ങി വരുന്ന അതാണ് റെവല്യൂഷൻ. ഒരു തവണ കറങ്ങിയാൽ അത് 1 റെവല്യൂഷനാണ്. അതിനെടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നത് എന്താ, അവിടെ കുറച്ച് കാര്യങ്ങൾ ഒളിപ്പിച്ച് കിടക്കുന്നുണ്ട്. 420 റെവല്യൂഷന് 60 സെക്കൻഡ് എടുക്കുന്നു. 1 മിനിറ്റ് എടുക്കുന്നത് 60 സെക്കൻഡ്, ഞാൻ സെക്കൻഡ്സിലോട്ട് മാറ്റി. അപ്പോൾ 420 റെവല്യൂഷന് വേണ്ടിയിട്ട് 60 സെക്കൻഡ് എടുക്കുന്നു. അങ്ങനെയാണ് ഒരു റെവല്യൂഷൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ 420 റെവല്യൂഷനെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ 1 റെവല്യൂഷൻ കിട്ടും. അപ്പോൾ ഇവിടെ 400 ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെയും 400 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അവിടെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 60/420 വരും. 6/42 എന്ന് പറഞ്ഞാൽ 1/7. ദാറ്റ് മീൻസ് 1 റെവല്യൂഷൻ എടുക്കുന്ന ടൈം എത്രയാണ്, 1/7 സെക്കൻഡ്.
അങ്ങനെ പറഞ്ഞാൽ എന്താ, ഒരു റവല്യൂഷൻ എടുക്കുന്ന സമയം 1/7 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, എടാ 1 റവല്യൂഷൻ എടുക്കുന്ന സമയമല്ല ടൈം പീരീഡ്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് കിട്ടി, ടൈം പീരീഡ് 1/7 സെക്കൻഡാന്ന് കിട്ടി. 1/7 സെക്കൻഡാന്ന് കിട്ടി. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസറായി. ആദ്യം നമ്മൾ 3 ആകണ്ടേ അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഓർഡറിനൊന്നും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്തോ. ലോജിക് കിട്ടിയോ? അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ഫ്രീക്വൻസിയും കാണാം കേട്ടോ. ഈ 420 60 കൊണ്ട് 60/420 ചെയ്താൽ ഒറ്റയടിക്ക് ആ ടൈം പീരീഡ് കാണും എന്ന് ലോജിക്. അല്ലെങ്കിൽ 420 60 ഡിവൈഡ് ചെയ്താൽ ഫ്രീക്വൻസി കിട്ടും. ഫ്രീക്വൻസി വിൽ ബി 7. ഫ്രീക്വൻസിൻ്റെ തിരിച്ചിട്ടാലാണ് ഒരു ടൈം പീരീഡ് 1/7. അങ്ങനെയും വേണം കാണാം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി സിമ്പിൾ ലോജിക്. മറ്റേ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് അല്ലേ. ശരി, ടൈം പീരീഡ് കിട്ടി. ഇനി നമുക്ക് ആരാണ് 1/1 കാണാം. ആംഗുലാർ സ്പീഡ് കിട്ടും. അപ്പോൾ ആംഗുലാർ സ്പീഡ് കാണാനുള്ള കുറേ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈം പീരീഡ് T = 2π/ω എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. T = 2π/ω. അപ്പോൾ ഇതിൽ T നമുക്കറിയാം, 2π വാല്യൂ നമുക്കറിയാം. അപ്പോൾ ω = T ഇങ്ങോട്ട് വരട്ടെ 2π/T. ടൈം പീരീഡിൻ്റെ വാല്യൂ നമ്മൾ കണ്ടു 1/7. പൈക്ക് വരെ ഞാൻ ആരെ കൊടുക്കുന്നു, 22/7 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെയും 7 ഉണ്ട്, ഇവിടെയും 7 വേണ്ട. വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്തോളൂ, ഈ വാല്യൂ അതേപോലെ കൊടുത്തോളൂ. 2π/1/7 എന്ന് കൊടുത്താൽ ആൻസർ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഞാൻ 22/7 കൊടുക്കുന്നു, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പൊതുവേ ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ എന്താവും, ഈ 7 മുകളിലോട്ട്. അപ്പോൾ എന്താവും, 2 × 22 44/7 ഉണ്ട്. ഈ 1/7 തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7/1 ആവും. വെട്ടിപ്പോയില്ലേ. അപ്പോൾ അതാ പറഞ്ഞാൽ കാൽക്കുലേറ്റർ ഒന്നും വേണ്ട, ഇല്ലാതെ നമുക്ക് ചെയ്യാം. സോ ആൻസർ വിൽ ബി 44. യൂണിറ്റ് എന്തായിരിക്കും, റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ അത് കണ്ടു അല്ലേ, ഒമേഗ കണ്ടു. ഇനി അടുത്ത ഏതാ, അടുത്ത ലീനിയർ സ്പീഡാണ് അല്ലേ. അടുത്ത ആരാണ്, ലീനിയർ സ്പീഡാണ് നമുക്ക് കാണാനുള്ളത്. ലീനിയർ സ്പീഡ് എങ്ങനെ കാണുക, ലീനിയർ സ്പീഡ് എന്ന് പറഞ്ഞാൽ V = R⍵. നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചില്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. V = R എന്ന് പറഞ്ഞാൽ 0.4. ക്വസ്റ്റ്യൻ ഉണ്ട് 0.4 ഇൻറ്റു ഒമേഗൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 44. മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 17.6 m/s. ഡയറക്റ്റ്. ഇനി കാര്യങ്ങൾ എളുപ്പം. ഇനി ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി നാലാമത്തെ ആരാ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപിറ്റൽ ആക്സിലറേഷന് പല ഇക്വേഷൻസ് യൂസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ എത്താൻ പറ്റും. നമുക്ക് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ V²/R ചെയ്താൽ മതി. V²/R. വിൻ്റെ വാല്യൂ എത്ര, 17.6. ആറിൻ്റെ വാല്യൂ എത്ര, 0.4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, 774.4 m/s എന്നിട്ടു. ഡയറക്റ്റ് ആൻസർ ആണ് അല്ലേ. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ NCERT-ലുള്ള ഈ ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഹോംവർക്കായിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കമൻ്റ് ഒന്ന് ചെയ്യണേ. സംശയമുള്ളവർക്ക് യു ക്യാൻ മെസ്സേജ് മീ ഹിയർ. ഈ ക്വസ്റ്റ്യൻ കിട്ടാത്തവരുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ ഹിയർ. വാട്സപ്പിൽ ചെയ്തോളൂ കേട്ടോ, 9446634165. അല്ലെങ്കിൽ suhail.physics എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം കേട്ടോ. suhail.physics എന്ന് പറഞ്ഞ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യണം, ഞാൻ ഇതിലും വിട്ടു. ഹോംവർക്കാണ്, ഇത് NCERT സൊല്യൂഷനാണ്, ചെയ്ത് നോക്കുക. സംശയങ്ങളിൽ ചോദിക്കാം. അടുത്ത യൂണിറ്റ് വെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള കൺസെപ്റ്റ് ആദ്യം പറയണം. അപ്പോൾ ഒരു വെക്ടർ എന്നുണ്ട്. വെക്ടർ A = 2y + 3j - 4k. ഏതൊരു വെക്ടറും ഉണ്ടാക്കുന്ന എങ്ങനെയാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പെട്ടിയിലിടും. എന്നിട്ട് അയാളെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഏതൊരു യൂണിറ്റ് വെക്ടറും എങ്ങനെ എഴുതുക, യൂണിറ്റ് വെക്ടർ എങ്ങനെ കാണുക, ഒരു വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലേ. ഇനി എങ്ങനെ ഈ മാഗ്നിറ്റ്യൂഡ് കാണുക, ഈ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണുക, അത് കാണാനാണ് √AX² + AY² + AZ² എന്ന് പറഞ്ഞ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇയാളെ മാഗ്നിറ്റ്യൂഡ് എത്ര ആയിരിക്കും, ഇയാളെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാം, ഇയാളെ മാഗ്നിറ്റ്യൂഡ് √2ൻ്റെ സ്ക്വയർ പ്ലസ് AY എത്ര 3ൻ്റെ സ്ക്വയർ പ്ലസ് AZ എത്ര -4 ആണ്, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ എത്ര ആയിരിക്കും വരിക, √4 + 9 + 16 -4² 16 എന്നല്ല വരിക. അപ്പോൾ √29 എന്ന് വരും. അപ്പോൾ ഇയാളെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, ഇയാളെ മാഗ്നിറ്റ്യൂഡ് എൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, √29 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ വെക്ടറിനെ, ഈ വെക്ടറിനെ അതേപോലെ എഴുതാം, ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാം. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ. യൂണിറ്റ് വെക്ടർ കാണാൻ പഠിക്കുക, വളരെ സിമ്പിളാണ്, കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ശരിയല്ലേ. അതിന് ഒറ്റൊരു ചോദ്യം കൂടി, മോഷൻ ഇൻ എ പ്ലെയിനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 vectors 2 Newton and 4 Newton which are perpendicular to each other. 2 വെക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരാളെ മാഗ്നിറ്റ്യൂഡ് എന്താ, ഒരാളെ മാഗ്നിറ്റ്യൂഡ് 3 Newton ആണ്, മറ്റാളെ മാഗ്നിറ്റ്യൂഡ് 4 Newton ആണ്. മാഗ്നിറ്റ്യൂഡാണ് ഉദ്ദേശിച്ചത്, മാഗ്നിറ്റ്യൂഡ് ആ ഒരു നീളമാണ് ഉദ്ദേശിക്കുന്നത്. അവർ പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി. കാൽക്കുലേറ്റ് ദ റിസൾട്ടൻറ്റ്. രണ്ടുപേരും ഇങ്ങനെ ആക്ട് ചെയ്താൽ പുള്ളിയുടെ റിസൾട്ടൻ്റ് എങ്ങനെ ആയിരിക്കും, റിസൾട്ടൻ്റ് എങ്ങനെയാണ്. ആൻഡ് റിസൾട്ടൻ്റ് കാണുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, A² + B² + 2 × AB cos θ എന്ന് പറഞ്ഞ ഇക്വേഷനാണ്.
ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എ ആര് ബി ആര് എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലെടുക്കാം. പൊതുവേ എ വലിയ ആളും ബി ചെറിയ ആളുമാണ് ആയിട്ട് എടുക്കാറ്, മാഗ്നിറ്റ്യൂഡ് എടുക്കാറ്. ഇങ്ങനെ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. അപ്പോൾ കോസ് ഇവിടെ എന്താവും, cos 90 എന്നാണ് ഇവിടെ വരാം. cos 90ൻ്റെ വാല്യൂ വരുമ്പോൾ ഈ ടേം എൻറ്റയർലി എന്തായി പോകും, 0 വരും. cos 90ൻ്റെ വാല്യൂ 0 അല്ലേ, അപ്പോൾ ആ ടേം പോയി. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എൻ്റെ വാല്യൂ 3 or 4 ഇഷ്ടമുള്ള എടുത്തോട്ടോ, പ്രശ്നമൊന്നുമില്ല, എങ്ങനെ എടുത്താലും സെയിം ആൻസറിൽ വരിക. അപ്പോൾ 9 + 16 വരും, √25 which is 5 Newton. ആൻസർ കിട്ടി. ഇനി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലേക്ക് പോകുമ്പോൾ അതിൽ ഇക്വേഷൻ ഒന്നും പഠിക്കാനില്ലടാ, കഴിഞ്ഞു, ഇക്വേഷൻ ഒന്നുമില്ല. പക്ഷേ ഡയമെൻഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെങ്കിലും അറിയണം, എങ്കിലേ പ്രോബ്ലം ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ചെണ്ണം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് വെലോസിറ്റിയാണ്, വെലോസിറ്റി LT⁻⁻1, ആക്സലറേഷൻ ആണെങ്കിൽ LT⁻², ഫോഴ്സ് ആണെങ്കിൽ MLT⁻². ഇനി വർക്കിലോട്ട് പോകുന്ന സമയത്ത് ML²T⁻², ആണ്. എനർജി ആകുമ്പോൾ ML²T⁻². വർക്കിൻ്റെ എനർജിൻ്റെ സെയിം ഡയമെൻഷൻ ആണ്. ഇനി പ്രഷർ കൂടി പഠിച്ചു വെക്കുക, ML⁻⁻1 T⁻². ഇത്രയെങ്കിലും മിനിമം പഠിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയി മിനിമം പഠിക്കാം. ഇനി പ്രോബ്ലത്തിലോട്ട് പോലെ A student was asked to write the equation of displacement at any instant in a simple harmonic motion of a amplitude A. He wrote the equation as, ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി, y = a sin 2π × v/k × t. കണ്ടിട്ട് എന്തോ പോലെ അല്ലേ, അതൊന്നും കണ്ട് പേടിക്കരുത്, വളരെ സിമ്പിളായിട്ട് കാണാം കേട്ടോ. ഇത് കുറച്ച് മുമ്പത്തെ PYQ ആണ്. വേർ v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്ന് മനസ്സിലായി, ഈ കാണുന്ന v വെലോസിറ്റി, ഓക്കെ, നമുക്ക് പരിചയമുണ്ട്. 2π നമുക്ക് പരിചയമുണ്ട്. ടി എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ് ഇൻസ്റ്റൻറ്റ് ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പോൾ വീനി നമുക്കറിയാം, ഇതാ ഇവരൊക്കെ അറിയാം, ഈ 2π അറിയാം, വീനെ അറിയാം, ടീനെ അറിയാം. ഈ കെനെ കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ. വാട്ട് ഷുഡ് ബി ദ ഡയമെൻഷൻ ഓഫ് കെ എന്നാണ് ചോദിച്ചത്. കെയുടെ ഡയമെൻഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കാണാൻ പറ്റും, അവിടെയാണ് നിങ്ങൾ ഇതിൻ്റെ തിയറി യൂസ് ചെയ്യേണ്ടത്. മക്കളെ, സൈൻ ഇതിൻ്റെ ഉള്ളിൽ എക്സ് ആണെന്ന് വിചാരിക്കുക, ഇതൊരു ആംഗിൾ അല്ലേ, ഈ സാധനം ഒരു ആംഗിൾ അല്ലേ, ഉറപ്പല്ലേ. സൈഡിൻ്റെ ഉള്ളിൽ ആ സാധനം വരുന്നത് എന്തായാലും ഒരു ആംഗിൾ അല്ലേ വരിക. ആ ആംഗിൾ എന്തായിരിക്കും, ഡയമെൻഷൻലെസ്സാണ്, അത് ഡയമെൻഷൻലെസ്സാണ്. അപ്പോൾ സൈഡിൻ്റെ ഉള്ളിൽ വരുന്ന ഈ സാധനം കംപ്ലീറ്റ് ഡയമെൻഷൻലെസ്സാണ്. അപ്പോൾ സൈൻ്റെ ഇവിടെ ഉള്ളിൽ ആരാ വരുന്നത്, ഇവിടെ സൈൻ്റെ ഇവിടെ ഉള്ളിൽ വരുന്നത് ഈ 2πv × t/k എന്ന് പറഞ്ഞാൽ ഈ ടേം, എൻ്റയർ ടേം എന്താണ്, ഡയമെൻഷൻലെസ്സാണ്. ആക്ച്വലി ഒരു ആംഗിളാണ്. അപ്പോൾ അതിനർത്ഥം ഈ പറഞ്ഞ ഈ പറഞ്ഞ ഒറ്റ ടേം, ഇത് ഒറ്റ ടേം അല്ല, +- ഒന്നുമില്ലല്ലോ, ഈ ഒറ്റ ടേമിൻ്റെ ഡയമെൻഷൻ എന്താ, 1, ഡയമെൻഷൻലെസ് ആണ്, അതുകൊണ്ട് =1 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് 2π × v/k × t, ഈ പറഞ്ഞ സാധനം ഡയമെൻഷൻലെസ്സാണ്, അതുകൊണ്ട് =1 എന്ന് എഴുതി. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ, കേനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ, അപ്പോൾ 2πvt = k, അതിൻ്റെ ഡയമെൻഷൻസ് ഈക്വൽ ആണെന്ന് എഴുതി. ക്ലിയർ അല്ലേ, പ്രശ്നമുണ്ടോ, ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് ആംഗിളാണ്, ആംഗിൾസിന് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. അപ്പോൾ 2πv × t/k എന്തില്ല, ഡയമെൻഷൻ ഇല്ല, അതുകൊണ്ട് =1 എന്ന് എഴുതി. ഇനി കെ അല്ലേ കാണണ്ടേ, കേനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ k × 1 k. അപ്പോൾ 2πvtയുടെ ഡയമെൻഷൻ കേൻ്റെ ഡയമെൻഷൻ ഈക്വലാണ്. അപ്പോൾ കേൻ്റെ ഡയമെൻഷൻ എന്തിന് ഈക്വലാണ്, വാ 2നും π ഡയമെൻഷൻ ഉണ്ടോ, മൈൻഡ് ചെയ്യണ്ട. 2ക്കും vക്ക് ഡയമെൻഷൻ ഇല്ല, മൈൻഡ് ചെയ്യണ്ട. പിന്നെ v എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ, വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1. ഇനി ആരാള്, × t, ടി എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ ഡയമെൻഷൻ എന്താ, T⁻1, T⁻⁻1 T⁻+1 ക്യാൻസൽ ആയി, ബാക്കി ആരാള് L. സോ ഡയമെൻഷൻ ഓഫ് K = ഡയമെൻഷൻ ഓഫ് L. നല്ല ചോദ്യം അല്ലേ, നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. ദിസ് ഇസ് എൻ A+ ലെവൽ ക്വസ്റ്റ്യൻ. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, റീസെൻ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. എ ബോയ് റീകോൾസ് റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ കുട്ടി ഇങ്ങനെയാണ് ഓർത്തെടുത്തത്, m = m0 / 1/v², √1 - v² എന്നാണ് കുട്ടി ഓർത്തെടുത്തത്. പക്ഷേ ഈ ഇക്വേഷൻ കറക്റ്റ് അല്ല. ഇതിലല്ലേ c² എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ടേം മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഗസ് വേർ ടു പുട്ട് ദ മിസ്സിംഗ് സി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, സി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ സീൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും, ലൈറ്റ് അല്ല, സ്പീഡിൻ്റെ ഡയമെൻഷൻ എന്താ, LT⁻⁻1. അപ്പോൾ സി എവിടെയോ മിസ്സിംഗ് ഉണ്ട്. ബേസിക്കലി ഇക്വേഷൻ ഡയമെൻഷനിലേക്ക് ഇൻകറക്റ്റാണ്. അപ്പോൾ എന്താ ലോജിക്ക് എന്ന് ആലോചിക്കാം. എവിടെ അറിയോ, സിമ്പിളായിട്ട് ആലോചിക്കാം. എടാ 1 - v² എന്ന് പറഞ്ഞ ടേം ഉണ്ട്. നമ്മൾ പഠിച്ചത് എന്താ, എയിൽ നിന്ന് ബി കുറയ്ക്കണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താ അറിയോ, എയിൽ നിന്ന് ബി കുറയ്ക്കാനുള്ള കണ്ടീഷൻ, എൻ്റെ ഡയമെൻഷനും ബീൻ്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. ഇത് മസ്റ്റായുള്ള കണ്ടീഷനാണ്. എന്ന് ബി കുറയ്ക്കണമെങ്കിൽ എൻ്റെ ഡയമെൻഷൻ ബീൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. ഇവിടെ നിങ്ങൾ നോക്ക്, 1 ഡയമെൻഷൻ ഇല്ല, അതിൽ നിന്ന് v² എന്ന് പറഞ്ഞാൽ ആരാ, L² T⁻². ഇയാളുടെ ഡയമെൻഷൻ L²
t⁻². ഈ വശത്താണെങ്കിൽ 1 ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഇത് തമ്മിൽ കുറയ്ക്കാൻ പാടുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ഇവിടെയാണ് ഇറർ. ഈ ഭാഗത്താണ് ഇറർ. അപ്പോൾ 1ൽ നിന്ന് 1 ഡയമെൻഷൻ ലെസ് ആയുള്ള ഒരാളിൽ നിന്ന് L² t⁻² ഡയമെൻഷൻ മൈനസ് ചെയ്യാൻ പറ്റില്ല. അതിനർത്ഥം എന്താ? ഈ ഭാഗത്തും കൂടി ഡയമെൻഷൻ ഇല്ലാണ്ടാക്കണം അല്ലേ? അപ്പോൾ ഈ v² അവിടെ ഒരാളെ മിസ് തന്നെയാണ്. അപ്പോൾ അവിടെ ഇയാൾക്കും കൂടി ഈ രണ്ടാമത്തെ ടേമിൽ v² എന്ന ടേം അയാൾ ഡയമെൻഷൻ ഇല്ലാണ്ടാക്കണം. അതിനെന്താ ചെയ്യുക? എടാ v² എന്ന ഡയമെൻഷൻ L² t⁻². സീൻ്റെ ഡയമെൻഷൻ എന്താ? L⁻1 t⁻². അതിനെ സ്ക്വയർ ചെയ്ത് നോക്ക്. L² t⁻². v² ഡയമെൻഷനും c² ഡയമെൻഷനും സെയിമാ. നമുക്ക് എന്താ വേണ്ടിയത്? ഈ ടേം ഈ പാർട്ടിന് ഈ ഭാഗത്തിന് എന്തുണ്ടാവരുത്? ഈ ഭാഗത്തിന് ഡയമെൻഷൻ ഇല്ലാണ്ടാവണം. അതിനെന്താ ചെയ്യേണ്ടത്? അവിടെ ഓൾറെഡി മുകളിൽ എന്തുണ്ട്? L² t⁻² ഡയമെൻഷൻ ഉണ്ട്. താഴെ അയാൾ തന്നെ വന്നാലോ? L² t⁻² വന്നാലോ? ഡയമെൻഷൻ ഇല്ലാണ്ടാവും. അതായത് v² ഡിവൈഡഡ് ബൈ c വരെ c സ്ക്വയർ ചെയ്യണം. അപ്പോഴല്ലേ ഇത് തമ്മിൽ ക്യാൻസൽ ആയിപ്പോളൂ. ക്യാൻസൽ ചെയ്തിട്ട് 1 തന്നെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവിടെ മിസ്സിംഗ് ഉള്ളത്? ഇവിടെ താഴെ ഒരു c² കൊടുത്താൽ ഇക്വേഷൻ കറക്റ്റ് ആവും. സോ കറക്റ്റ് ഇക്വേഷൻ എന്താണ്? m = m0 / √1 - v² c². എനിക്കറിയാം ഇത് ടഫ് തന്നെയാണ്. ഒന്ന് കിളി പോയില്ലേ? ചെറുതായിട്ട് കിളി പോയില്ലേ? മനസ്സിലാവാത്തൊന്ന് റിപ്പീറ്റ് അടിച്ച് കേൾക്കണേ. പ്യൂർലി ലോജിക്ക് വെച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യാനായിട്ടില്ല സത്യത്തിൽ. എത്തുന്നു ബോർഡ് കുട്ടികളൊക്കെ ന്യൂമറിക്കൽസ് ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. ഫൈനൽ ക്വസ്റ്റ്യൻ. യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഇക്വേഷൻ ചെക്ക് വെദർ ദി ഇക്വേഷൻ ഇസ് കറക്റ്റ്. ഡയറക്റ്റ് എല്ലാവർക്കും അറിയുന്ന അല്ലേ? f = 1/2π√g/L. f എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസിൻ്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം. ദാറ്റ് ഈസ് t⁻². ആക്സലറേഷൻ L⁻². L എന്ന് പറഞ്ഞാൽ ലെങ്ത് L⁻1. എങ്ങനെ നമ്മൾ ചെയ്യുക? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുക? ആദ്യം LHSൻ്റെ ഡയമെൻഷൻ കാണാം. LHS ആരവിടെ? f. LHSൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ f ആയിരിക്കും. എഫിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് t⁻². അപ്പോൾ LHSൻ്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടു. ഇനി RHSൻ്റെ ഡയമെൻഷൻ കാണാം. RHSൻ്റെ ഡയമെൻഷൻ? RHS 1/2π√g/L. 1/2πക്ക് ഡയമെൻഷൻ ഇല്ല, നമ്പറാണ്, നോക്കേണ്ട കാര്യമില്ല. റൂട്ട് അതേപോലെ ഇട്ടു. g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനാണ്. L⁻² ഡിവൈഡഡ് ബൈ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ് അല്ലേ? അപ്പോൾ L കൊടുത്തു. ഈ എല്ലും പട്ടിപ്പോയി. t⁻² റൂട്ട് വന്നു. അല്ല സാധാരണ t² ഇങ്ങനെയാണെങ്കിലും എന്താ വരിക? t⁻1 അല്ലേ വരിക? ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മൈനസ് വന്നു. അപ്പോൾ നോക്കിക്കേ, LHSൻ്റെ ഡയമെൻഷൻ RHSൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഡയമെൻഷൻ ഓഫ് LHS. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടും അപ്പോൾ ദെർഫോർ കറക്റ്റ് ആൻഡ് ഈക്വൽ ആണ്. ദെർഫോർ കറക്റ്റ് എന്ന് എഴുതാം. ഫുള്ള് കണ്ട ആൾക്കാർ ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. മറ്റ് ചാപ്റ്റേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. സോ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.